വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് ADGP അജിത് കുമാറിനോട് സ്വീകരിച്ച നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും. എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും, ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെൻറ്റും ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ മാതൃക. ഈ മാതൃകയാണ് അതിശക്തിയായിട്ട് കേരള മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറ്റില്ല, ഇപ്പം തന്നെ നടപടി വേണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒപ്പമാണ് മാധ്യമങ്ങളും നിൽക്കുന്നത്. പിന്നീട് RSS നേതാക്കളുമായി ADGP അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും സർക്കാർ അന്വേഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായി മാറിയിട്ടുണ്ട്. 1 മാസമാണ് അന്വേഷണത്തിന് സമയം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് അതിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വരികയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുതാപരമായിട്ട് ശരിയെന്ന് മനസ്സിലാക്കി ഫലപ്രദമായി ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് ശരിയായാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഗവൺമെൻറ് മുഖം നോക്കേണ്ട കാര്യമില്ല. ആരായാലും ആ നിലപാട് സ്വീകരിച്ച് പോകണം എന്ന് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണവുമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ വർഷം പൂരം നടത്താൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തൃശ്ശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശ്ശൂരിൽ RSSൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ്. അപ്പോൾ RSSൻ്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത്. അന്വേഷണ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കണ്ടത്. അത് ഇന്നലെ മുഖ്യമന്ത്രി 3 തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ 3 തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ആ അന്വേഷണത്തെ സംബന്ധിച്ച് അതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുണ്ട്, ADGPയുമായിട്ട് ബന്ധപ്പെട്ട് DGP കൊടുത്ത കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ളൊരു അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആവശ്യമായ നിലപാട് അതിൻ്റെ തുടർച്ചയായിട്ട് വരികയും ചെയ്യും.